ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ കേട്ടിട്ടുള്ള ടേം തന്നെ ആയിരിക്കും അല്ലേ, പ്രോഫിറ്റ് ലോസ്. ഇനി ഏതൊക്കെ തരം പ്രോഫിറ്റ് ലോസ് ഉണ്ടെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ഏതൊക്കെ തരം ഉണ്ട്? ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലേ, ഓർ ക്യാപിറ്റൽ ലോസ്. അതേപോലെ റവന്യൂ പ്രോഫിറ്റ്, റവന്യൂ ലോസ്. നമ്മൾ എക്സ്പെൻഡിച്ചറും അല്ലെങ്കിൽ റെസിപ്റ്റിൻ്റെയും കേസ് പറഞ്ഞിരുന്നു അല്ലേ. ക്യാപിറ്റൽ റെസിപ്റ്റ് ഓർ ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ്, അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും വരുന്നുണ്ട്. ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ ലോസ്, റവന്യൂ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ലോസ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതെല്ലാം പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്താ പറയുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് സച്ച് ആസ് പ്രോപ്പർട്ടി, ലാൻഡ്, ബിൽഡിംഗ് ഓർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഏതെന്നുള്ള പ്രോഫിറ്റിനെയാണ് പറയുന്നത്, ഏതെന്നാണ് പറയുന്നത്? ഡിറൈവ്ഡ് ഫ്രം സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് വിൽക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അസറ്റ് വിൽക്കുന്ന ടൈമിൽ കിട്ടുന്ന പ്രോഫിറ്റിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഓക്കെ, ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, നമ്മൾ എ ലിമിറ്റഡ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അപ്പോൾ 2025 എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ ആടാ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ടൈമിൽ കമ്പനി അല്ലെങ്കിൽ കമ്പനിക്ക് അതിന് വേണ്ടി വന്നിട്ടുള്ള ചിലവ് എന്ന് പറയുന്നത് ഒരു 6 lakh ആണ്. ഓക്കെ, 6 lakh ആണ് അതിന് വേണ്ടി വന്നിട്ടുള്ള ചിലവ്. ഇനി 2 വർഷം കഴിഞ്ഞ് കമ്പനി കമ്പനീൻ്റെ പേരിലുള്ള ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്ന ടൈമിൽ ഓക്കേടാ, നമ്മളെ ബുക്കിൽ നമുക്ക് വന്ന ചിലവ് എത്രയാണ്, 6 ലക്ഷമാണ്. നമുക്ക് വിൽക്കുമ്പോൾ അതിന് എത്ര കിട്ടുകയാണ്, ഒരു 7 lakh കിട്ടുകയാണ്. ഓക്കെ ആണോ. അപ്പോൾ ഇവിടെ എന്ത് വന്നു 1 lakh ഒരു പ്രോഫിറ്റ് വന്നില്ലേ. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നോർമൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകം ആണോ, അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് ആണോ? അല്ല. നമ്മുടെ നോർമൽ പ്രോഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ നോർമൽ ബിസിനസ് എന്താണ്, ഡേ ടു ഡേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തല്ല, നോർമൽ ബിസിനസ് എന്ന് വരുന്ന പ്രോഫിറ്റ് അല്ല. അപ്പോൾ അതിനെന്ത് പറയും, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയും. മനസ്സിലായടാ. അപ്പോൾ ഏതൊരു അസറ്റ് ആണെങ്കിലും ആ ഒരു അസറ്റ് വിൽക്കുന്ന ടൈമിൽ, ഇനിയിപ്പോൾ ഫിക്സഡ് അസറ്റ് അല്ലേ, എന്തുണ്ട്, പിന്നെ മെഷീനറി ഉണ്ട്, ലാൻഡ്. ഓക്കെ, ഈ ലാൻഡൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു 4 അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, വിൽക്കുന്ന ടൈമിൽ അതിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടുന്ന ആ ഒരു ഗെയിൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റിനാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, എന്താണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ ആയില്ല അല്ലേ, ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്ത് പറയാം, അസറ്റ് വിൽക്കുന്ന ടൈമിൽ ഡിറൈവ് ചെയ്യുന്ന പ്രോഫിറ്റിനാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. സച്ച് ആസ് പ്രോപ്പർട്ടി, ലാൻഡ്, ബിൽഡിംഗ് ഓർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താ എക്സാമ്പിൾ പറയുന്നത്, സെല്ലിംഗ് ലാൻഡ് ഓർ പ്രോപ്പർട്ടി അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ഇറ്റ് ഈസ് പർച്ചേസ് കോസ്റ്റ് അല്ലേ. സെല്ലിംഗ് എ ലാൻഡ് ഓർ പ്രോപ്പർട്ടി, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഒരു അസറ്റ് നമ്മൾ വിൽക്കുകയാണ്, ഏത് പ്രൈസിൽ, അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ഇറ്റ് ഈസ് പർച്ചേസ് കോസ്റ്റ് അല്ലേ. പർച്ചേസ് കോസ്റ്റ് എത്രയായിരുന്നു ഇവിടെ, 6 lakh. ഹയർ ദാൻ പർച്ചേസ് പ്രൈസ് വരുമ്പോൾ 7 lakh വിറ്റിട്ടുള്ളത്. എന്ന് വെച്ചാൽ പർച്ചേസ് കോസ്റ്റിലേറെ കൂടിയ വിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് എമൗണ്ട് അല്ലേ, ഒരു എമൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഫിറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെന്താ പറയുക, ട്രീറ്റഡ് ആസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, അതവിടുത്തെ മെയിൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകത്തിനാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇതെന്ത് പ്രോഫിറ്റാണ്, നോൺ ഓപ്പറേറ്റിംഗ്. ഓപ്പറേറ്റിംഗ് എന്നുള്ള ടേം എന്താടാ, ആ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എന്താണോ അല്ലെ, മെയിൻ കോർ ബിസിനസ് എന്താണോ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെ, ഇൻകത്തിനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയാം. അപ്പോൾ ഇവരെ ബിസിനസ് ഇതാണോ, അസറ്റ് വാങ്ങാൻ വിൽക്കലാണോ, അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വാങ്ങി വിൽക്കലാണോ ഇവരുടെ ബിസിനസ്? അതല്ല അല്ലേ. അപ്പോൾ ഇതിവിടെ ഇവരുടെ അസറ്റാണ്. അപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഗെയിൻ പ്രോഫിറ്റിനാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ലോസ് എന്തായിരിക്കും, അതിന് നേരെ ഓപ്പോസിറ്റ് കേസ് അല്ലേ. അസറ്റ് വിൽക്കുമ്പോൾ വരുന്ന ലോസിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് അല്ലേ. എന്ത് പറയുന്നുണ്ട്, ക്യാപിറ്റൽ ലോസ് ഈസ് ദ ലോസ് ഇൻകേർഡ് വെൻ എ ലോങ് ടേം അസറ്റ് ഈസ് സോൾഡ് ഫോർ ലെസ് ദാൻ ഈസ് പർച്ചേസ് പ്രൈസ് ഓർ ബുക്ക് വാല്യൂ. എന്താണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ, പർച്ചേസ് പ്രൈസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചത് 6 ലക്ഷത്തിനാണ് അല്ലേ. അത് വിൽക്കുമ്പോൾ 7 ലക്ഷം കിട്ടുന്നുണ്ട്, 1 lakh പ്രോഫിറ്റാണ്. അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയും. ഇനി ക്യാപിറ്റൽ ലോസിൻ്റെ കേസ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്ത് നോക്കണം,
കോസ്റ്റ് ഈസ് ലോസ്, എന്താണ് ക്യാപിറ്റൽ ലോസ് ഈസ് ലോസ് ഇൻകേർഡ് വെൻ എ ലോങ് ടേം അസറ്റ് ഈസ് സോൾഡ് ഫോർ ദ ലെസ് ദാൻ ഇറ്റ് ഈസ് പർച്ചേസ് പ്രൈസ്. പർച്ചേസ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലക്ക് അല്ലെങ്കിൽ ബുക്ക് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്യാണ് ഒരു ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വിൽക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ ലോസ് എന്ന് പറയും കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ 6 ലക്ഷം അല്ലേ, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, നമുക്ക് എന്ത് ചെയ്യാണ് മെഷീനറിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 6 ലക്ഷത്തിന് മെഷീനറിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെഷീനറി ഒരു 2 വർഷം യൂസ് ചെയ്ത് 3-ാമത്തെ വർഷം വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ 3-ാമത്തെ വർഷം വിൽക്കുമ്പോൾ നമ്മൾ ഈ മെഷീനറി ഇത്രയും കാലം യൂസ് ചെയ്തില്ലടാ, അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ 3-ാമത്തെ വർഷവും ഈ ഒരു 6 lakh അതിന് വാല്യൂ ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ ഡിപ്രിസിയേഷനൊക്കെ കുറച്ചതിന് ശേഷം ബാക്കി ഒരു 4,50,000 ആണെന്ത് ആ ഒരു മെഷീനറിൻ്റെ വാല്യൂ നമ്മളെ ബുക്കിലുള്ളത്. അപ്പോൾ എന്താണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ പർച്ചേസ് പ്രൈസിൽ നിന്ന് യൂസ് ചെയ്ത അത്രയും പീരീഡുള്ള ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂവിനെ, ബാക്കി ബുക്കിൽ എത്രയാണോ വാല്യൂ 4,50,000 3-ാമത്തെ വർഷം, അതിനാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പർച്ചേസ് പ്രൈസ്, ഇതാണ് ബുക്ക് വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് നോക്കുക, ഈ അസറ്റ് നമ്മൾ 3-ാമത്തെ വർഷം ഫസ്റ്റിൽ വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ നമുക്ക് 2,90,000 കിട്ടുന്നുള്ളൂ. ഓക്കെ, നമ്മളെ ബുക്കിൽ ഇതിന് വാല്യൂ എത്ര ഉണ്ട്? 4,50,000. അത് നമ്മൾ കാണിച്ചതാണ് അല്ലേ, നമ്മളെ അസംഷൻ്റെ ബേസിൽ ഡിപ്രിസിയേഷനൊക്കെ ചാർജ് ചെയ്തിട്ട് ആ ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള വാല്യൂ എത്രയാണ്? 4,50,000. പക്ഷേ മാർക്കറ്റിൽ ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? ആക്ച്വലി 2,90,000 അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ട്, നമ്മളെ കയ്യിൽ നമുക്ക് വിറ്റ് എത്രയെങ്കിലും കിട്ടണമായിരുന്നു, 4,50,000 കിട്ടണമായിരുന്നു. അത് കിട്ടിയോ? ഇല്ല, 2,90,000 അവിടെ കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ 1,60,000 നമുക്ക് ലോസാണ് അല്ലടാ. ഈ ലോസിനാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു അസറ്റ് വിൽക്കുമ്പോൾ വരുന്ന ലോസ്, അല്ലാണ്ട് നോർമൽ ബിസിനസ്സിൽ വരുന്ന ലോസാണോ? അല്ല, അവരുടെ മെയിൻ പ്രൊഡക്റ്റ് വിറ്റ് അല്ലേ. ഇപ്പോൾ ഓരോ മെയിൻ ബിസിനസ് എന്തായിരിക്കും? പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, ആ വിറ്റ് കിട്ടുന്നതാണ് അവരെ നോർമൽ ഇൻകം, ഓപ്പറേറ്റിംഗ് ഇൻകം. അതിന് എന്ത് കുറക്കണം? അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് അല്ലേ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അത് കുറച്ചാൽ എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും, നോർമൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ നോർമൽ ലോസ് കിട്ടും, ഓപ്പറേറ്റിംഗ് ലോസ് കിട്ടും. ഇതാണോ? അല്ല. ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ വരുന്ന പ്രോഫിറ്റ് ഓർ ലോസിനാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓർ ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് അല്ലേ. എന്താ പറയുന്നത്? സെല്ലിംഗ് ലാൻഡ് അറ്റ് ലോവർ പ്രൈസ് ദാൻ ഇറ്റ് ഈസ് പർച്ചേസ് കോസ്റ്റ് അല്ലേ. ഒരു ലാൻഡ് എന്ത് ചെയ്തു നമ്മളെ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വിൽക്കുന്ന ടൈമിൽ എത്ര കിട്ടുന്നുള്ളൂ? പർച്ചേസ് കോസ്റ്റിലേറെ കുറഞ്ഞ വില നമുക്ക് കിട്ടുന്നുള്ളൂ. ലോസാണ് അല്ലേ. ലോസ് ഓൺ ഡിസ്പോസൽ ഓഫ് ലോങ് ടേം അസറ്റ്സ് അല്ലേ. ലോങ് ടേം നമ്മൾ എന്ത് ചെയ്യാൻ? മെഷീനറി അല്ലേ, ഒരു 10 വർഷം കഴിഞ്ഞ് വിൽക്കുന്ന ടൈമിൽ നമ്മളെ ബുക്ക് വാല്യൂ കിട്ടുന്നില്ല. ഓക്കെയാണോ? അവിടെ ലോസ് വരുന്നുണ്ട്, ക്യാപിറ്റൽ ലോസ് ആണ്. ഇനി ട്രീറ്റഡ് ആസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? നോൺ ഓപ്പറേറ്റിംഗ് ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുക അല്ലേ. ഓപ്പറേറ്റിംഗ് ബിസിനസ് എന്നുള്ളതാണോ? അല്ല. മെയിൻ ബിസിനസ് എന്നാണോ? അല്ല. ഓക്കെയാണടാ. അതിനെന്ത് ട്രീറ്റ് ചെയ്യും? ട്രീറ്റഡ് ആസ് നോൺ ഓപ്പറേറ്റിംഗ് ലോസ്. ഇനി നെക്സ്റ്റ് ഏതായിരുന്നു? റവന്യൂ പ്രോഫിറ്റ് അല്ലേ. റവന്യൂ പ്രോഫിറ്റും അതേപോലെ എന്തുണ്ടാവും? റവന്യൂ ലോസും. ഇതേതായിരിക്കും? അപ്പോൾ ഇതേതായിരിക്കും? മെയിൻ ബിസിനസ് എന്ന് അല്ലേ, ഓപ്പറേറ്റിംഗ് ബിസിനസ്സിനകത്തുനിന്ന് വരുന്ന പ്രോഫിറ്റിനെ എന്ത് വിളിക്കും? റവന്യൂ പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഓപ്പറേറ്റിംഗ് ബിസിനസ്സിനകത്ത് വരുന്ന ലോസിനെ റവന്യൂ ലോസ് എന്ന് വിളിക്കും അല്ലേ. റവന്യൂ പ്രോഫിറ്റ് എന്തായിരിക്കും? ഇൻകം അല്ലടാ, ഇൻകം മൈനസ് എക്സ്പെൻസ് അല്ലേ, സോറി എക്സ്പെൻസ്. ഇപ്പോൾ ഇൻകം എന്ത് വരുന്നുണ്ട്? ഒരു 10 lakh ഇൻകം വരുന്നുണ്ട്, ഒരു 6 lakh എന്ത് വന്നു? എക്സ്പെൻസ് വന്നു. അവിടെ എന്ത് വന്നു? ബാലൻസിങ് ഫിഗറായി കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുക? പ്രോഫിറ്റ് എന്ന് വിളിക്കുക അല്ലടാ. ഇതിനാണ് എന്ത് പറയുന്നത്? നോർമൽ റവന്യൂ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്, നമ്മളെ മെയിൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, എന്ത് പറയുന്നുണ്ട്? റവന്യൂ പ്രോഫിറ്റ് റെഫേഴ്സ് ടു ദ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ദ കോർ ബിസിനസ് ഓപ്പറേഷൻസ്, ടിപ്പിക്കലി ഫ്രം സെയിൽസ്, സർവീസ് ഓർ അതർ റെഗുലർ ആക്ടിവിറ്റീസ്. ബിസിനസ്സിൻ്റെ റെഗുലർ ആക്ടിവിറ്റി എന്താണോ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് അല്ലേ. ഒന്നുകിൽ സെയിലായിരിക്കാം, ഇനിയിപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്കാണ്, സോഫ്റ്റ്വെയർ കമ്പനിക്കാണ്, അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെയൊക്കെ സർവീസല്ല പ്രൊവൈഡ് ചെയ്യുന്നതാടാ. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനകത്തുനിന്ന് കിട്ടുന്ന ഇൻകം, ഓക്കെ, അതിന് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്ന പ്രോഫിറ്റാണ് എന്ത്? റവന്യൂ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദ നോർമൽ പ്രോഫിറ്റ് അറൈസിങ് ഫ്രം ദ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ്. ഓക്കെ, ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നുണ്ട് പ്രോഫിറ്റ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്, പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ആക്ടിവിറ്റീസ് ലൈക്ക് മാനുഫാക്ചറിങ് ഓർ റീറ്റെയിൽ. ഇനി ട്രീറ്റഡ് ആസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ. ഇതിനാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ലോസ് ആണെങ്കിലോ? പ്രോഫിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. റെഗുലർ ബിസിനസ്സിൽ നിന്ന് വരുന്ന ലോസ് എങ്ങനെയായിരിക്കും? ഇൻകം എത്ര വരുന്നുണ്ട്? 10 ലക്ഷം വരുന്നുണ്ട്, പക്ഷേ എക്സ്പെൻസ് നമുക്ക് എത്ര വന്നു? 11 ലക്ഷം വന്നു.
ഓക്കെ, നമ്മുടെ മെയിൻ ബിസിനസ്സിലെ ഇൻകം ആകെ 10 ലക്ഷം ഉള്ളൂ, പക്ഷേ എക്സ്പെൻസ് എത്ര വന്നു ആ ഒരു പീരീഡ്ക്ക് 11 ലാക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് അവിടെ എന്തായിരിക്കും, ലോസ് ആയിരിക്കും വരിക. എന്ത് ലോസാണ്? റവന്യൂ ലോസാണ്. മെയിൻ ബിസിനസ്സിൽ നിന്ന് വരുന്ന ലോസാണ്, അല്ലാണ്ട് അസറ്റ് വിറ്റ് വരുന്ന ലോസാണോ? അല്ല. അപ്പോൾ റവന്യൂ ലോസ് ഒക്വേഴ്സ് വെൻ ദ ബിസിനസ് ഇൻകേഴ്സ് ലോസസ് ഫ്രം ഇറ്റ്സ് റെഗുലർ ഓപ്പറേഷൻസ്. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പെൻസ് എക്സീഡിങ് ദ റവന്യൂ. അല്ലേ, ഇവിടെ എക്സ്പെൻസ് അല്ല എക്സീഡ് ചെയ്തത്, ആണ് റവന്യൂക്കാളും എക്സ്പെൻസ് കൂടി വന്നു. ഓക്കെ, ദ റവന്യൂ ജനറേറ്റഡ് ബൈ ദ കോർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. എക്സാമ്പിൾ എന്ന് പറയുന്നുണ്ട്, ലോസ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഇഫ് എക്സ്പെൻസസ് എക്സീഡ് ഇൻകം. ലോസ് ഫ്രം റെഗുലർ ബിസിനസ് ആക്ടിവിറ്റീസ് ലൈക്ക് ഹയർ ഓപ്പറേഷണൽ കോസ്റ്റ് ഓർ റെഡ്യൂസ്ഡ് സെയിൽ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ റവന്യൂ ലോസ് വരിക? ഒന്നെങ്കിൽ എന്തായിരിക്കാം അവിടെ ഓപ്പറേഷണൽ കോസ്റ്റ്, അല്ലേ, ഇപ്പോൾ സാലറി, റെൻറ്റ്, ഇതുപോലത്തെ ഓപ്പറേഷണൽ എക്സ്പെൻസസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ലോസ് വന്നു. അല്ലെങ്കിൽ എന്തായിരിക്കാം, വിചാരിച്ച പോലെ സെയിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലടാ. അപ്പോൾ ഇതിനാണ് എന്ത് പറയുക, റവന്യൂ ലോസ്. അപ്പോൾ ഇതാണ് എവിടെ പറയുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ ലോസ്, റവന്യൂ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ലോസ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വിൽക്കുമ്പോൾ ലോസ് ആണെങ്കിൽ എന്ത് പറയുക, ക്യാപിറ്റൽ ലോസ്, അല്ലേ. അതായത് നോർമൽ ഓപ്പറേഷനിൽ നിന്ന് അല്ലാതെ വരുന്ന പ്രോഫിറ്റ് ഓർ ലോസ്. ഇനി റവന്യൂ പ്രോഫിറ്റും റവന്യൂ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ മെയിൻ ബിസിനസ്സിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഓക്കെ ആണോ?